ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ അൾജീരിയയാണ്. നമുക്കറിയാം അൾജീരിയ സമീപകാലത്ത് നല്ല രൂപത്തിൽ കളിക്കുന്ന ഒരു ടീമാണ്. ഉറുഗ്വേയെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. അതിനുശേഷം നെതർലൻഡ്സിനെ ഒരു ഗോളിന് അവർ അട്ടിമറിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അൾജീരിയ ഇപ്പോൾ വേൾഡ് കപ്പിന് വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അൾജീരിയ ഒരു സൗഹൃദ മത്സരം കൂടി കളിക്കുന്നുണ്ട്. എതിരാളികൾ ബൊളീവിയയാണ്. ജൂൺ 10 അർദ്ധരാത്രിയാണ് ഈ മത്സരം നടക്കുക. പക്ഷെ ഈ മത്സരം അതീവ രഹസ്യമാക്കിക്കൊണ്ട് നടത്താനാണ് അൾജീരിയ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഈ സൗഹൃദ മത്സരം വീക്ഷിക്കാൻ വേണ്ടി ആരാധകർ ഉണ്ടാവില്ല. അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരിക്കും ഈ മത്സരം നടക്കുക. മാത്രമല്ല ഈ മത്സരത്തിലേക്ക് മാധ്യമപ്രവർത്തകർക്കും പ്രവേശനമുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് തീർത്തും രഹസ്യമാക്കി വെക്കാനാണ് അൾജീരിയ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. അതായത് ഈ സൗഹൃദ മത്സരത്തിൽ വേൾഡ് കപ്പിലെ അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന അതേ സ്റ്റാർട്ടിംഗ് 11 തന്നെയായിരിക്കും ഇവർ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർട്ടിംഗ് 11 മറച്ചു വെക്കാൻ വേണ്ടിയാണ് അൾജീരിയ ഇത് രഹസ്യമാക്കിക്കൊണ്ട് വെക്കുന്നത് എന്നാണ് ഡി സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് അഥവാ ബൊളീവിയക്കെതിരെ ഉപയോഗപ്പെടുത്തുന്ന സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ആയിരിക്കും അർജന്റീനക്കെതിരെ അൾജീരിയ ഉപയോഗപ്പെടുത്തുക. അത് രഹസ്യമാക്കി വെക്കാൻ വേണ്ടിയാണ് എല്ലാവർക്കും ഇപ്പോൾ പ്രവേശനം നിഷേധിച്ചിട്ടുള്ളത്. അർജന്റീനക്ക് ഒരു കാരണവശാലും തങ്ങളുടെ ലൈനപ്പോ അതല്ലെങ്കിൽ തങ്ങളുടെ പ്ലാനുകളോ അറിയാൻ പാടില്ല എന്ന ഒരു നിർബന്ധം ഇപ്പോൾ അൾജീരിയക്കുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.